ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പ്രോട്ടോൺ 13 പ്രോട്ടോണും 14 ന്യൂട്രോണും വരും. ഈ നെക്സ്റ്റിൽ എന്താ? റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. എം ജിയുടെ തന്നിട്ടുണ്ട് അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 12 ആണ്. അപ്പോൾ ആദ്യത്തേൽ 2 എണ്ണം വരും, ദെൻ രണ്ടാമത്തേൽ 8, മറ്റത്തേൽ 2. അപ്പോൾ 2 + 8 10, 10 + 2 12. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. അപ്പോൾ ഇത് ബിലോങ്സ് ചെയ്യുന്ന പീരീഡും ഗ്രൂപ്പും ഏതാണ്? പീരീഡ് 3 ആണ്, ഗ്രൂപ്പ് 2 ആണ്. ഇനി നെക്സ്റ്റ് 8ാമത്തെ ചോദ്യം, സൊല്യൂഷൻസ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആർ ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റഡ്. അപ്പോൾ എന്താണ്? അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്തു, അത് ഹീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ആവുക? ഏത് ഗ്യാസാണ്? അമോണിയം ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. നെക്സ്റ്റ് അതിലെ 8ാമത്തെ ബി ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്? അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടിയപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തത്? എന്താണ്? വെൻ ദ റിയാക്റ്റൻസ് ആർ ഹീറ്റഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. എന്താണ്? ഹീറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? അങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ആവുന്നത്. ഒന്നെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എന്ത്? ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് അറ്റൈൻ ദ ത്രഷോൾഡ് എനർജി ഇൻക്രീസസ്. എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ത്രഷോൾഡ് എനർജി കൂടുമ്പോഴും ഇങ്ങനെ സംഭവിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊലിഷൻ ഇൻക്രീസസ്. ആ പാർട്ടിക്കിൾസിൻ്റെ എഫക്റ്റീവ് കൊലിഷൻ ഇൻക്രീസ് ആകുമ്പോഴും ഇങ്ങനെ സംഭവിക്കും. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താ? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുക്കുക, എന്നിട്ടത് ബോയിൽ ചെയ്യുക. എന്നിട്ടത് ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നോക്കാം? ഇൻസേർട്ട് എ ബേണിംഗ് സ്റ്റിക്ക് ഇൻ ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ മൗത്തിൽ, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ തുറന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കത്തുന്ന ഒരു തീപ്പെട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തീപ്പെട്ടി കൊടുന്ന് വെക്കുക. വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? അപ്പോൾ എന്തായിരിക്കും ഒബ്സർവേഷൻ? എന്താണ്? മാച്ച് സ്റ്റിക്ക് ബേൺസ് ബ്രൈറ്റ്ലി. എന്താണ്? ഈ മാച്ച് സ്റ്റിക്ക് നന്നായിട്ട് കത്താനായിട്ട് തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, അപ്പോൾ ഫോം ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? അപ്പോൾ ഫോം ചെയ്യുന്ന ഗ്യാസാണ് ഏത്? ഓക്സിജൻ. ഓക്കെ, ഈ നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം, റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, റൈറ്റ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ എന്താണ്? അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഏതാണ്? ബെൻസീൻ ഓർ നാഫ്തലീൻ. ഇനി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോർമുല കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 11th ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ ഇതിൽ 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. 11ാമത്തെ ചോദ്യം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് P, Q, R are given. അപ്പോൾ എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. Pൻ്റെ 286 ആണ്, Qൻ്റെ 281 ആണ്, Rൻ്റെ 288 ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ് among these? അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതാണ്? നമുക്കറിയാം, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫില്ലായിട്ടുള്ളതായിരിക്കും എന്ത്? മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫില്ലായിട്ടുള്ളത് ഏതാണ്? 288 ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് 6 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് ദ എലമെൻറ്റ്സ് പി ആൻഡ് ക്യൂ? പിൻ്റെയും ക്യൂവിൻ്റെയും വാലൻസീസ് എന്താണ്? പിൻ്റെ വാലൻസി എത്രയാണ്? 2 ആണ്. ക്യൂവിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ?
എന്താണ് പി ഇനി സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, പിക്ക് 2 എലമെൻറ്റും കൂടെ മേടിക്കണം. അപ്പോൾ പിയുടെ വാലൻസി 2 ആണ്. ഇനി നെക്സ്റ്റ് ക്യൂവിനാവണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ കളഞ്ഞാൽ മതി. അപ്പോൾ ക്യൂയുടെ വാലൻസി ഒരെണ്ണമാണ്. നെക്സ്റ്റ് എന്താ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കമ്പൗണ്ട് ഫോംഡ് വെൻ പി ആൻഡ് ക്യൂ കമ്പൈൻസ്. പിയും ക്യൂവും കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന കെമിക്കൽ ഫോർമുല എന്താണ്? Q2P ആണ്. Q2P. ഓക്കെ, എന്താ പിയുടെ 2 എലമെൻറ്റ് എന്ത് ക്യൂക്ക് വരും. അപ്പോൾ Q2P എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, C+4HNO3 gives 2H2O plus CO2 plus 4NO2. Find out and mark the oxidation number of carbon in this reaction. അപ്പോൾ ഇതിൽ എന്താണ്, ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിൽ എ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ അതൊരു എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്. എയിൽ നോക്കിയ C0 plus 4HNO3 gives 2H2O plus C4O2 plus 4NO2. ഓക്കെ, അപ്പോൾ +4ഉം 0 അത് വേണ്ട, +4. ഇനി നെക്സ്റ്റ് എന്താ, വാട്ട് ഹാപ്പൻസ് ടു കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ. വാട്ട് ഹാപ്പൻസ് ടു കാർബൺ, അപ്പോൾ കാർബൺ എന്താണ് സംഭവിക്കുക, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? എന്താണ്, കണ്ടില്ലേ, ഇത് 0 പിന്നെ 4 ആയി, അപ്പോൾ പ്ലസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ. വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഇൻ ദിസ് റിയാക്ഷൻ. ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്? HNO3 ആണ്. ഇനി നെക്സ്റ്റ് 13ാമത്തെ ചോദ്യം, റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഇൻ ദ ലബോറട്ടറി. അപ്പോൾ എന്താണ്, ക്ലോറിൻ ലബോറട്ടറി പ്രിപ്പറേഷനാണ്. വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഗ്യാസ്. അപ്പോൾ ഈ ക്ലോറിൻ ഗ്യാസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? KMnO4 plus HCl ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഗ്യാസ് ഈസ് കളക്റ്റഡ് ബൈ പാസിങ് ഇറ്റ് ത്രൂ വാട്ടർ. വൈ. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് വാട്ടറിലൂടെ പാസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ടു റിമൂവ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫ്രം ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി സി ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. വൈ. അപ്പോൾ എന്താണ് ഇത്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ടു റിമൂവ് വേപ്പർ ഫ്രം ക്ലോറിൻ ഗ്യാസ്. അപ്പോൾ ക്ലോറിൻ ഗ്യാസിൽ നിന്ന് അതിലെ വേപ്പർ കളയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് 14ാമത്തെ ചോദ്യം, ഇഫ് 10 gram കോമൺ സോൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 gram വാട്ടർ. എന്താണ്, 10 gram കോമൺ സോൾട്ട് 90 gram വെള്ളത്തിൽ നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ്. അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് എഴുതാം 90 gram plus 10 gram ഈസ് ഈക്വൽ ടു 100 gram എന്ന് കിട്ടി. ഇനി മാസ് പെർസെൻറ്റേജ് കാണുമ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ ബൈ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്, മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇതിനെ നമ്മൾ 100 ഇൻറ്റു ചെയ്യുക. അപ്പോൾ മേലത്തെയും താഴത്തെയും എന്താണ് 100 ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി നമുക്ക് 10% എന്ന് കിട്ടും. ആ 10 ആണ് എന്ത്, മാസ് പെർസെൻറ്റേജ്. ഇനി 15ാമത്തെ ചോദ്യം, ഹൗ ഈസ് കോൾ ഫോംഡ് ഇൻ നേച്ചർ. നേച്ചറിൽ എങ്ങനെയാണ് കോൾ ഫോം ചെയ്യുന്നത്? കോൾ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കാർബണൈസേഷൻ of plants remains that lies buried in the soil for years. അപ്പോൾ കോൾ ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആസ് എ റിസൾട്ട് ഓഫ് കാർബണൈസേഷൻ്റെ ഒരു
റിസൾട്ടായിട്ടാണ് കോൾ ഫോം ചെയ്യുന്നത്. ഇത് സോയിലിൽ ഒരുപാട് കാലം ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നിട്ടാണ് എന്ത് കോൾ ഫോം ആവുന്നത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 യൂസസ് ഓഫ് കോൾ. അപ്പോൾ നമ്മൾ കോളിൻ്റെ കുറേ യൂസസ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതെങ്കിലും 2 യൂസസ് ഏതാ? യൂസ്ഡ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ. എന്താണ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഫ്യൂവലായിട്ട് നമ്മൾ കോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂസ് ചെയ്യുന്നതാണ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് കോക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് ഏതാ? യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് കോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ടാർ, യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് കോൾ ഗ്യാസ്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് എഴുതുക. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.